ഒരു കൺഫ്യൂഷൻ എപ്പോഴും ബൈബിള് സൂക്ഷിക്കുന്നത് ക്രിസ്തു എവിടുന്ന് വരുമെന്ന് അറിയത്തില്ലെന്ന് ബൈബിൾ പറയുന്ന ഒരു സംഭവമാണ്. സത്യമായ ഒരു ആധ്യാത്മിക അനുഭവമാണ്. ക്രിസ്തു എവിടുന്ന് നമ്മുടെ ജീവിതത്തിലൂടെ എവിടുന്നാണ് വരണമെന്ന് അറിയാൻ പറ്റത്തില്ലെന്ന്. ആരിലൂടെയാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരണമെന്ന് അറിയത്തില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് യോഹന്നാൻ 7:27 എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. അതാണ് അങ്ങനെ ഒരു ക്രിസ്തുവിൻ്റെ വരവിന് അങ്ങനെ ഒരു ഫിനോമിന ഉണ്ട്. അതായത് എവിടുന്നാണ് വരിക, ആരിലൂടെയാണ് വരിക എന്ന് അറിയത്തില്ലെന്ന്. കർത്താവ് എന്നിട്ട് പറയും, അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും മനുഷ്യപുത്രൻ വരിക എന്ന് പറയും. മത്തായി 24:44. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. അപ്പൊ ഇത് ക്രിസ്തു എവിടുന്ന് വരുന്നു, ആരിലൂടെ വരുന്നു, എപ്പോൾ വരുന്നു എന്നുള്ളത് വി ഡോണ്ട് നോ. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തു ആരിലൂടെയും വരാം, ക്രിസ്തു എപ്പോഴും വരാം. അതാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞേ ക്രിസ്തു ആരിലൂടെയും വരാം, എവിടെ നിന്നും വരാം, ഏത് സമയത്തും വരാം. അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഈ അനുഭവങ്ങളില്ലേ, നമ്മുടെ പാസീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇല്ലേ, അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഓർക്കും വളരെ നല്ല. ഇവിടെ ഈ സാക്ഷ്യം പറയണതെല്ലാം പോസിറ്റീവായിട്ടുള്ള ഗ്രീൻ ചാനലിലൂടെ ക്രിസ്തു വന്നതിൻ്റെതാണ് ഇല്ലേ. ഇത് ഭൗതിക നേട്ടങ്ങളെല്ലാം അങ്ങനെയാണ്. പക്ഷേ ആധ്യാത്മിക നേട്ടങ്ങളെ കൃപ സ്വീകരിക്കുന്നതെല്ലാം നെഗറ്റീവ് ചാനലിലൂടെയാണ് ക്രിസ്തു വരണത് പലപ്പോഴും. അത് നിങ്ങൾ മനസ്സിലാക്കണത്. നെഗറ്റീവ് ചാനൽ. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ അപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ പട്ടക്കാരനാക്കണത്. പക്ഷേ ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ 3 മാസം മുമ്പ് അപ്പം പോയി, യാത്രയായി, തീർന്നു. പിന്നെ എന്നെ കൊണ്ടുപോകാനും ആരുമില്ല. ഞാനൊരു നിക്കറിട്ട് സ്വന്തമായിട്ടാണ് സെമേരി ചേർന്നത്. ആരുമില്ലായിരുന്നു. എനിക്കറിയാവുന്ന ഒരു കർത്താവിൻ്റെ മാലാഖ ഉണ്ടായിരുന്നു. ആകപ്പാടെ കൊന്ത പോലും അറിയാൻ പാടില്ല. കർത്താവിൻ്റെ മാലാഖ എൻ്റെ അപ്പം പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ. ഞാൻ എവിടെ പോയാലും കർത്താവിൻ്റെ മാലാഖ ചൊല്ലിക്കൊണ്ടേ പോകത്തുള്ളൂ. പക്ഷെ അത് ഇത്രയും വലിയ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി. രക്ഷാകര സംഭവങ്ങൾ മനുഷ്യ മുട്ടയിൽ നിന്ന് മൊത്തം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കർത്താവിൻ്റെ മാലാഖയാണ്. എന്താണ്? ആ കർത്താവിൻ്റെ മാലാഖ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. എന്താണ്? കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. തൃക്കൺ പാർത്ത് ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നള്ളുകയാ. ദാസിയുടെ താഴ്വ തൃക്കൺ പാർത്ത് ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നള്ളുകയാ. എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോ. എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം മരിച്ചത് ഒരു നെഗറ്റീവ് കാര്യമാണല്ലേ. അപ്പം മരിച്ചത് പിന്നെ എന്താണ്? അതിലൂടെ ഉണ്ടായ ഇമ്പാക്റ്റ് എന്താ? എൻ്റെ അപ്പൻ്റെ മരണത്തിലൂടെ ഉണ്ടായ ഇമ്പാക്റ്റ് എന്താണ്? എൻ്റെ കോൺഫിഡൻസ് തകർന്നു പോയി. നിൻ്റെ അപ്പൻ മരിച്ചാലും നിൻ്റെ കോൺഫിഡൻസ് തകർന്നാലും തകരാത്തൊരു ആളാണ് ക്രിസ്തു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. അത്ഭുതവാ അതിശയവാ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാ അതിശയവാ
നീ മാത്രമേ ദൈവമെന്നും. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സെമിനാരി തന്നെത്താൻ വന്ന് ചേർന്നത്. അത് കാരണം എനിക്ക് എപ്പോഴും പേടിയുണ്ടാവും. എന്താ കാര്യം? നമ്മൾക്ക് ഒരു സപ്പോർട്ടീവായിട്ട് വീട്ടിലാരുമില്ല, ഗൈഡ് ചെയ്യാൻ പറ്റിയ ആളില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മുടെ സ്വകാര്യതയില്ലേ, സ്വകാര്യതയ്ക്ക് ഒരു സെക്യൂരിറ്റി ഇല്ല. നിൻ്റെ സ്വകാര്യതയ്ക്ക് സെക്യൂരിറ്റി ഇല്ലാത്തൊരു കാലമുണ്ടാവും. നിൻ്റെ സ്വകാര്യമായ എല്ലാ മനുഷ്യരും ജീവിക്കണത് എങ്ങനെയാണ്? അവൻ്റെ സ്വകാര്യ ലൈഫിനൊരു സുരക്ഷിതത്വം വ്യക്തികളായിട്ടോ സ്ഥാപനമോ സംവിധാനമോ കൊടുക്കുന്നുണ്ടാവും. ഇതില്ലാതിരുന്ന കാരണം എനിക്കാകപ്പാടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി, എൻ്റെ സ്വകാര്യ സെക്യൂരിറ്റി എൻ്റെ വിശ്വാസം മാത്രമാണ്. എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് തന്ന വിശ്വാസം. ഞാൻ എപ്പോഴും സഭയുടെ പഠനം കൊണ്ട് ഫൈറ്റിംഗ് ഉള്ള ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബമാണ് സഭ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത ഒന്നും ഇന്നും എൻ്റെ ജീവിതത്തിലില്ല. സെമിനാരി വന്നപ്പോൾ കിട്ടിയതെന്നൊക്കെ പറഞ്ഞത് ഇതിനെ ഒന്ന് അതിൻ്റെ ആശയങ്ങളെ കുറച്ചുകൂടി റീസണബിളാക്കാൻ വേണ്ടി അവർ കുറച്ച് ബുദ്ധിമുട്ടിയെന്നും സത്യമാണ്. പക്ഷേ ഞാൻ അനുഭവത്തിൽ വിശ്വസിച്ച് വന്നത്, എൻ്റെ അപ്പം 12 മണി പട്ടാപ്പകലൊക്കെ ഈ വീട്ടിലെ പറമ്പിലൊക്കെ ജോലി ചെയ്തിട്ട് വന്നിട്ട് അപ്പം കണ്ണീരിട്ട് 12 തിരികെ കത്തിച്ച് അപ്പം കൈവിരിച്ചൊക്കെ ഈശോയുടെ മുമ്പിൽ നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അപ്പം തന്നെയാണ് ബൈബിള്, അപ്പം തന്നെയാണ് വേദപാഠപുസ്തകം. അപ്പനെയും അമ്മയേക്കാൾ വലിയ മതപുസ്തകങ്ങളില്ല. അതുകൊണ്ട് അപ്പനും അമ്മയും എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങളാണ് ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം. ശ്രുതികട്ടെ. മാതൃകയാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ കുഞ്ഞിന് എന്തോ ചെവി കേൾക്കാൻ പാടില്ല. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് അമ്മ പറഞ്ഞത്, ചെവി മൊത്തമല്ല, അല്പം കേൾക്കാൻ പാടില്ല. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞത്, കുഞ്ഞിന് ഭയങ്കര പേടിയാണ് അച്ഛാ, ഇരുട്ടിനെ പേടി, സ്വരത്തിൽ സംസാരിച്ച പേടി, അതാണ് ചീട്ടൽ എഴുതി വെച്ചിരിക്കണത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥന ഇടയ്ക്ക് നിർത്തി. ഞാൻ പറഞ്ഞു, തള്ളേ, അത് നിങ്ങളുടെ നിലവിളി നിർത്ത്. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ഒരു അമ്മയാകാനുള്ള യാതൊരു യോഗ്യതയുമില്ല. കാര്യം ഞാൻ ഓൺ ദി സ്പോട്ടിലെ പറയത്തില്ല ആൾക്കാരോട്, പിന്നെ വെച്ചിട്ട് പറയാൻ നമുക്ക് ആളെ കിട്ടത്തില്ലല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രസവിക്കാനോ ഒരു കുഞ്ഞിനെ വളർത്താനോ ഒരു യോഗ്യതയുമില്ല. എന്താ കാര്യം? ഇവർ എന്തെങ്കിലും നിസ്സാര കാര്യമാകുമ്പോൾ തന്നെ ആനമൂത്രം പോലെ ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങും. ഈ പെറ്റ കുഞ്ഞ്, ആ കുഞ്ഞുനാളും പോലെ ഇവരുടെ കണ്ണും കരച്ചിലും കണ്ട് ആ കൊച്ചിൻ്റെ ആത്മവിശ്വാസം തകർന്നു പോയി. കുഞ്ഞിന് പേടിയായി. ഇനി ഇവർ വേണമെങ്കിൽ പേടിപ്പിക്കുകയും ചെയ്യും, പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യത്തില്ല. മാക്കാൻ പഞ്ഞു കൊക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിക്കത്തില്ല. എന്തെങ്കിലും ചോറ് തിരിക്കാനാണെങ്കിലും മുല കൊടുക്കാനാണെങ്കിലും കുടിക്കുക, നമ്മൾ പേടിപ്പിക്കും. കുഞ്ഞുങ്ങളുടെ പേടിയെല്ലാം നിങ്ങൾ അമ്മമാരായിട്ട് പകർന്നിട്ടാണ്. പക്ഷെ ചില അമ്മമാരുണ്ട് നല്ല ചങ്കൂറ്റം പോലെ നിൽക്കും. കൊച്ചു താഴെ വീണാൽ പോലും ആ തരതാഴ്ത്തുമെന്നുള്ളതാണ്. കൊച്ചുങ്ങളെ വീഴും, അതൊക്കെ തരതാഴ്ത്തുമെന്നുള്ളത്. നമ്മൾ ചെന്നാൽ മാത്രമേ നിലവിളിക്കത്തില്ല, അല്ലെങ്കിൽ ആ കൊച്ചു തരതാഴ്ന്നിട്ട് വരുവേ. നമ്മൾ എൻ്റെ അമ്മ മകളെ എന്ന് പറഞ്ഞാൽ ഓടി ചെല്ലുമ്പോൾ തന്നെ കൊച്ചു കയറാൻ തുടങ്ങും. നമ്മൾ ചെല്ലാനുണ്ടെങ്കിൽ കയറാൻ തുടങ്ങും കൊച്ചിന്, കാരണം സ്വരം കൂടും. നമ്മൾ മൈൻഡ് ചെയ്യില്ല. ആരും അമ്മ, നിങ്ങൾക്കറിയാമോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു നോക്കിയിട്ട് അങ്ങോട്ടും കൊച്ചു അമ്മനെ കണ്ടില്ലെങ്കിൽ തന്നെത്താൻ എന്നിട്ട് ഒരു സംഭവം. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തണമൊന്നും ചെയ്യരുത്, മാനുഷികമായ ഭാഷയെ പറഞ്ഞാൽ. പക്ഷെ ദൈവം തൻ്റെ പുത്രൻ നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ഈ മാനുഷികാവകാശം ചില സമയത്ത് ഡാമേജ് ചെയ്യും. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി മാനുഷികമായ ഒരു അഹങ്കാരത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. താമരനായാലും റൂത്തിനായാലും ഒക്കെ ഈ മനുഷ്യാത്മാവ് ലോകാത്മാവിത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് മറിയത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ മറിയം ആണ് ഒത്ത ആളായിട്ട് ദൈവത്തിന് കിട്ടിയത്. മറിയം ചില്ലറപ്പുള്ളിയല്ലേ. മറിയം എന്തെങ്കിലും പറഞ്ഞാൽ സമയമായെന്ന് മറിയം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കർത്താവും പറയണത്? ആ സമയമായെന്ന് അമ്മ പറഞ്ഞാൽ സമയമായി എന്ന് പറഞ്ഞാൽ എന്താ? മറിയത്തിന് വിട്ടങ്ങനെ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല. എത്ര 4000 കൊല്ലത്തെ സ്ത്രീകളെ മുഴുവനും ഇൻ്റർവ്യൂ ചെയ്ത് മാറ്റിയിട്ടല്ലേ ഈ ആളെടുത്തിരിക്കണത്. അപ്പോൾ ആൾ ചില്ലറപ്പുള്ളിയൊന്നും അല്ലല്ലോ. അതാണ് വിഷയം. ആളെ മനസ്സിലാക്കണം നമ്മൾ ആദ്യം. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അമ്മ പറഞ്ഞു, അപ്പാ പറഞ്ഞു എനിക്ക് മനസ്സിലായി, ഇത് നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്, ഇത് 10-33 കൊല്ലത്തെ പദ്ധതിയാണ്, ഇത് ചോരയും കണ്ണീരും മാത്രമേ ഈ പദ്ധതിയിലുള്ളൂ,
ഞാൻ കുരിശിന് ചൂടി വരെ നിൽക്കണമെന്നൊക്കെ എല്ലാം. കാരണം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോഴേ ടോപ്പ് വെളിപാട് നടക്കുമ്പോൾ അമ്മ ഉടനെ അതിനെക്കുറിച്ച് സംസാരിക്കത്തില്ല. കാരണം സംസാരിച്ചുകൊണ്ട് കാര്യമില്ലാത്ത വിഷയമാണ്. അതെന്ത് ചെയ്യും? അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും. കുരിശിൻ്റെ അംശമുള്ള നമ്മുടെ പെസഹാപ്പത്തിലൊക്കെ കുരിശ് വെച്ച് വരത്തില്ലേ? അപ്പോൾ കുരിശ് വെച്ച് വരുന്ന അനുഭവങ്ങളുണ്ട്. അതിൽ തന്നെ കുരിശ് വെച്ച് വരുന്ന അനുഭവങ്ങളുണ്ട്. കുരിശ് വെച്ച് വരുന്ന അനുഭവങ്ങൾ അമ്മ കഴിച്ചാൽ പിന്നെ മിണ്ടത്തില്ല. അമ്മ മിണ്ടാണ്ടിരിക്കും. എന്താ കാര്യം? ഇത് കാൽവരി വരെ പോകുന്ന ഒരു പദ്ധതിയാണിത്. ചെറിയ യാത്രയല്ല. ഇതിപ്പോൾ ടൈമിൽ ചെയ്ത് തീർക്കാനുള്ളതല്ല. അതുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതേക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഈ ധ്യാനം ആദ്യം തുടങ്ങിയ മംഗളവാർത്ത സമയത്തിലാണ്. മംഗളവാർത്തയിൽ പെട്ടെന്ന് അമ്മ പറഞ്ഞു, അപ്പ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്, പരിശുദ്ധാത്മാവിനോട് പറയണ്ടേ, എനിക്കിത് ഒന്നേ പറയുന്നുള്ളൂ, ഇനി എന്തെല്ലാമൊക്കെ കാഷ്വാലിറ്റി ഉണ്ടായാലും ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്, ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെന്ത് ചെയ്യണം? നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോഴേ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അമ്മയാണെന്ന് ലോകത്തോട് പറയണത്. എന്താണ് കാര്യം? മറിയം ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ചു, രാജകീയമായിട്ടുള്ള കുടുംബ പാരമ്പര്യമുണ്ട്, തറവാട്ട് മഹിമയുണ്ട്. മറിയം ആസാനൊന്നും പറയണില്ല. ബൈബിളാണ് ലൂക്കായും മത്തായും ഒക്കെ മറിയത്തിൻ്റെ രാജകീയമായിട്ടുള്ള പാരമ്പര്യമൊക്കെ പറയണത്, തറവാട്ട് മഹിമ പറയണത്. അമ്മ പറഞ്ഞു, ഈ തറവാട്ട് മഹിമ പുസ്തകത്തിലെ പശു പോലെയാണ്, ഇതൊന്നും പുല്ല് തിന്നത്തില്ല. നമുക്കറിയാം നിൻ്റെ മഹിമകളൊന്നും പുല്ല് തിന്നത്തില്ല. അതുകൊണ്ട് അമ്മ എന്ത് പറയും? ആ സംഭവമൊക്കെ ഞാൻ ഇവിടുന്ന് മാറ്റണത്. എനിക്കിതേ പറയാനുള്ളൂ, ഇതാ കർത്താവിൻ്റെ ദാസി. നിങ്ങൾ പരാജയപ്പെടുമ്പോഴും തോക്കുമ്പോഴും അമ്മയോട് ചേർന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോഴെന്ത് പറയും? അപ്പോൾ നീ ക്രിസ്തുവിനെ നീ സ്വീകരിച്ചിരിക്കും. കയ്യടിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ദാസിയുടെ താഴ്വൻ തൃക്കൻ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നേൽക്കയാ. ദാസിയുടെ താഴ്വൻ തൃക്കൻ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നേൽക്കയാ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഡോക്ടർ അള്ളിൻ ആ സാക്ഷ്യത്തിലെ കൂടെ പറയുന്നൊരു കാര്യമുണ്ട്. അതെന്ന് എല്ലാം പറഞ്ഞു തീർന്നിട്ട് ഞാൻ സാക്ഷ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഈശോ തരണമനുസരിച്ചിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇവർ അവസാനം പറയുന്ന ഭാഗമാണ് ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത്. ഇവർ പറഞ്ഞത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ പറയും, നിങ്ങൾക്ക് ഇതൊരു സാക്ഷ്യമാകാം, പക്ഷേ എനിക്കിതൊരു ജീവിതമാണ്. എന്ത് രസം കേൾക്കാൻ. അപ്പോൾ എന്ത് ചിന്തിച്ചാണ് അവർ പറയണത്? നിങ്ങൾക്ക് പലരും പറയണ പോലെ ഇതൊരു സാക്ഷ്യമായിട്ട് വരും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവിതമാണ്. ഞാൻ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ദൈവം എന്നെ വ്യത്യസ്തങ്ങളായ ട്രീറ്റ്മെൻറ്റിലൂടെ കടത്തിക്കൊണ്ടു പോകുന്ന എൻ്റെ ജീവിതമാണിത്. കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരു വ്യക്തിക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഭൗതികമായ സാഹചര്യം ഉണ്ടെന്ന് കണ്ടാൽ അത് ചില പറയല്ലോ, ഈ പ്രാർത്ഥിച്ചാൽ പിന്നെയും പ്രശ്നം കൂടുകയുള്ളൂ. ചില ആൾക്കാർ പറയും, ചില വിഡ്ഢികൾ പറയത്തില്ലേ, ഇനി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കൂടുകയാണല്ല ആൾക്കാർ പറയണത്. ചിലർക്കത് ശരിയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ നേടാനുള്ള ഒരു കൂടുതൽ ഒരു ചാൻസ്, ഒരു പരുവപ്പെടൽ ഉണ്ടെങ്കിൽ, ഒരു 30 മേനി വിളയുമെങ്കിൽ ക്രിസ്തു നോക്കും അത് 60 മേനിയാക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. 60 മേനി കൃപ വിളയണ ആളാണെങ്കിൽ ക്രിസ്തു പറയും 100 ചാൻസ് ഉള്ള ആളാണ്, വെയിറ്റ് ചെയ്യാൻ പറയാം. അപ്പം നമുക്ക് കിട്ടുന്ന അനുഭവം എന്താ? നെഗറ്റീവ് അനുഭവങ്ങളാണ്. നമ്മളപ്പോൾ എന്ത് ബുദ്ധിയില്ലാത്തത് പറയും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഉപവസിച്ച് രോഗികളെ കണ്ട് അവരെ പരിചയിച്ചിട്ട് അവസാനം ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്കാണല്ല നേട്ടങ്ങളും സാക്ഷ്യങ്ങളും. എന്നെയൊക്കെ സംബന്ധിച്ച് അത്തരം വളർച്ച എനിക്കില്ലല്ലോ എന്ന് പറയും. ശരിയാണത്, ശരി, തെറ്റില്ല അതിനകത്ത്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ, നീ 60 മേനിക്ക് ആയുസില്ലേ, അപ്പം നീ തൃപ്തിയല്ലേ?
ക്രിസ്തു നിൻ്റെ കാര്യത്തിൽ തൃപ്തിയില്ലാത്ത ആളാണ്. ക്രിസ്തു പറയും 100 മേക്ക് ചാൻസ് ഉള്ള ആളാണ്, റാങ്ക് കിട്ടാൻ ചാൻസ് ഉള്ള കുട്ടിയാണ്, ഉഴപ്പിട്ടാണെന്ന് പറയും. അപ്പോൾ ടീച്ചർമാർ പറയത്തില്ലേ മോഡൽ എക്സാം കഴിയുമ്പോൾ പറയും ദേ റാങ്ക് കിട്ടാൻ ചാൻസ് ഉള്ള ആളാണ് കേട്ടോ, ഉഴപ്പരുതേ, സ്കൂളിൻ്റെ പേര് കളയരുതേ എന്ന് പറയും. ടീച്ചർമാർ പറയും. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവിടെ അധ്വാനമല്ലേ, അവിടെ സ്കൂളിന് പേരുണ്ടെങ്കിൽ മാത്രമേ ആ സ്കൂളിലേക്ക് പിള്ളേരെ വിടത്തുള്ളൂ മാതാപിതാക്കന്മാർക്ക്. അവിടെ ജീവൽ പ്രശ്നമാണ്. അവിടെ മാത്രമല്ല, അവിടെ സ്ഥാപനത്തിന് ജീവൽ പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെയും അത് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ എല്ലാവരുടെയും ഭാവിയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിലവാരത്തിൽ നിലർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിനക്ക് സാധാരണ ലേഡീസിനോട് സാധാരണ പുരുഷന്മാരോട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നെഗറ്റീവായിട്ട് നീതിയില്ലാതെ ദൈവം നിന്നോട് ചെയ്തെന്ന് വിചാരിച്ചോ? നീതിയില്ലാതെ ദൈവം നിന്നോട് ചെയ്തെന്ന് വിചാരിച്ചോ? എന്നിട്ടും നീ ഒരു വാക്കും മിണ്ടണില്ല. അത് ദൈവമല്ലേ, ദൈവത്തിന് ഇഷ്ടപോലെ ചെയ്യത്തില്ല, ദൈവം കൈവിട്ട് കളയത്തില്ല, അതൊക്കെ ദൈവമല്ലേ. ഞാനെന്തിനാ അതൊക്കെ പറയണത്? കർത്താൻ ഇഷ്ടപോലെ. അപ്പോഴേ ദൈവത്തിന് മനസ്സിലാവും ഇത് 30 മേനിയാണല്ലോ ഈ സംഭവം, ഇതിനെ 60 മേനിയാക്കാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് പറയും. കാര്യം ഭൗതിക വിഷയങ്ങൾ വെച്ചുകൊണ്ട് ദൈവത്തെ അളക്കാതിരിക്കുകയും പരാജയങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് അപ്പോഴും വിശ്വാസത്തെ മുൻതൂക്കം കൊടുക്കുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ അവർക്ക് പിന്നെയും ക്ലേശങ്ങളുണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. എടാ എനിക്ക് ഈ ശരീരത്തിൽ 4-5 രോഗങ്ങളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പഠനം നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച അപ്പോൾ തന്നെ അമ്മ 2 പഞ്ഞെടുത്ത് അമ്മ 2 ചെവിയിലും വെച്ചോണ്ടിരിക്കും. എല്ലാം പറഞ്ഞാ എന്ന് ചോദിക്കും, മിണ്ടത്തില്ല. ഞാൻ ഈ അഭ്യാസം എനിക്ക് നേരത്തെ അറിയാവുന്ന കാരണം ഞാൻ അങ്ങനെ പറയാറില്ല. ഞാൻ ശുശ്രൂഷ മര്യാദ കൊണ്ടുപോയി ഉള്ള ശക്തി തന്നാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും. കാര്യം എന്താ? ആളെ ഞാൻ നേരെ കണ്ടതാണ്, എനിക്കറിയാം ഈ ജീവിതം പുച്ചുക്കുഞ്ചുകൊണ്ടാൻ പോവാണെന്ന്. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുല നിസ്സാരമാണ്. കൈയടിച്ച് ചോദിക്കട്ടെ, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൽ ഘനമോർത്തിരുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.